ആ വിളക്കുണ്ടല്ലോ അല്ലേ ഇവിടെ. എനിക്ക് വിളക്കിൻ്റെ ഓർമ്മയില്ല. കയ്പോ കറുവത്തുങ്ങായ കൈ എന്താ ചാത്ത കുട്ടിച്ചാത്തന്മാർ തുണി ദീപം ദീപം പറഞ്ഞ പോലെ കെട്ടും. ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ. ഇന്നേ അന്തം വിട്ടൊരു മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചൂര, അന്തം വിട്ട മീനല്ല, ചൂരമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂരമീൻ അമ്മേ കാലൊക്കെ വേദനിക്കുന്നു. എന്ത് സുഖനീകിൻ്റെ കാല് കാട്ടിയത്? ഞാനോ? നിങ്ങൾ പോയ എക്സസൈസ് ഞാനാ കാപ്പാം. അയ്യോ കാലേ, അയ്യോ കാലേ, അയ്യോ അയ്യോ കാലേ, അയ്യോ കാലേ. അപ്പം നമ്മളേ ചോറായിട്ടോ. ഇന്ന് സത്യം പറയാ നമ്മളിപ്പോൾ കൂട്ടാൻ വെക്കണില്ല എന്ന് വിചാരിച്ചതാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വെക്കുക വിചാരിച്ചു. പിന്നെ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ല, മീൻ കറി കണ്ട് വെച്ചിട്ട് മതി നമുക്ക് ചോറിന് വിചാരിച്ചല്ലേ. സുകന്യ ഉണ്ടോ? ചോറൊന്നും കിട്ടാത്തത് കൊണ്ട് പാവം കറുവത്തുങ്കായ എഴുതിക്കുന്നത്. അത് ശരിയാ. പണ്ട് പറയേ കൃമി ശല്യം ഉണ്ടെങ്കിൽ കറുവത്തുങ്കായ കഴിച്ചാൽ കൃമി ശല്യം പോകുന്നുള്ളത്. ഇപ്പോഴൊക്കെ നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കും. പക്ഷേ ആദ്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാം. കുറച്ച് ദിവസം മണ്ണെണ്ണ കിട്ടും കൊണ്ടൊരു ഉപകാരം എന്താണെന്നറിയാം. അതാണ്ടാ കത്തണത്, ആളി കത്തണത് കണ്ടോ. ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ പകുതി കാണാനുള്ളൂ. പകുതി ആര് കൊണ്ടുപോകണോ? ആര് കൊണ്ടുപോകണോ കേട്ടോ. ചട്ടിയും പാത്രം തീപ്. പിന്നെ ഈ അടുപ്പില്ലേ, ഈ അടുപ്പ് ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ഉണ്ടാക്കിയും കൊണ്ട് പറയാലോ കേട്ടോ. ഈ അടുപ്പിന് ഭയങ്കര പെട്ടെന്ന് കത്താനുള്ള ഒരു ഇതുണ്ട് അല്ലേ. നമുക്കിനി പുതിയ വീട്ടിലും ഉണ്ടാക്കണം കേട്ടോ അതേപോലത്തെ ഒരു അടുപ്പ്. അവിടെ എവിടെ ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല. ആ മതിലിനോട് ചേർന്ന് ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും അവിടെ. എനിക്ക് ഇങ്ങനെ അടുപ്പ് ഇഷ്ടാട്ടോ. കാരണം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ വന്ന സമയത്ത് വാഴയുടെ ചോട്ടിലുണ്ടായിരുന്നത്. വാഴ ഇതിവിടെ മൊത്തം ഇങ്ങനെ നീളത്തിലായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ ഇങ്ങനെ ഒരു വി മോഡലായിരുന്നു കേട്ടോ. വി അല്ല, അങ്ങനെ ഒരു കോടാകൃതിയിലായിരുന്നു ഇതിൽ. എന്നിട്ട് ഇവിടെ 3-4 വാഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേനൽക്കാലം ആകുമ്പോൾ ഞാനിങ്ങനെ വെള്ളം വെക്കാനൊക്കെ ഇങ്ങനെ ആ വാഴയുടെ ഇടയിലാണ് ഒരു അടുപ്പുണ്ടാക്കിയിരുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ ഈ കൊയ്ത്തിന് പോകുകൊണ്ടേ എപ്പോഴും പുറത്തടുപ്പുണ്ടാവും. കൊയ്ത്തിന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ നെല്ല് പുഴുങ്ങാനൊക്കെ സൗകര്യമായി അതല്ലേ വന്നിട്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വാങ്ങിത്തരാനേ. അതിന് ചൂടൊന്നുമില്ല. അതിന് എത്ര ഏട്ടാ? 480 അല്ലേ? അത് കല്ലടിക്കോട്ടുന്ന്. അത് അമ്മോ എന്താ ഞങ്ങളുടെ പുതപ്പ് കാണുമ്പോൾ അപ്പം പറയാം. 2 പുതപ്പ് അവിടെ നിന്ന് വാങ്ങിയത്, ആ വെള്ളി നീലി അവിടെ നിന്ന് വാങ്ങിയതാ പുതപ്പുകൾ. മറ്റേത് ഹിന്ദിക്കാർ വരുമ്പോൾ ഹിന്ദിക്കാരുടെ അടുത്താണ് കേട്ടോ വാങ്ങുക. ഇപ്പം ഇപ്രാവശ്യം 2 വാങ്ങി. കട്ടിയില്ല. ഞാൻ സുകന്യക്ക് വാങ്ങി കൊടുക്കണം വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലേ വാങ്ങിത്തരാന്ന്. അല്ലല്ല, ഒന്ന് ശബരിമലയ്ക്ക് പോകുമ്പോ വാങ്ങിയത്, ഒന്ന് ഞാൻ കല്ലടിക്കോട് പോയപ്പോ മലയ്ക്ക് പോകുമ്പോ. പക്ഷെ അപ്പയ്ക്കും ഇവിടെ പുതപ്പുണ്ടാകും കൊണ്ട് എടുത്തില്ല അല്ലേട്ടാ, എടുത്തില്ല മാത്രം. അപ്പോൾ അതാ മീൻ കറി വെക്കട്ടെ. എന്താ അതിനത് നീട്ടി വിരിക്കുക ചെയ്തിരുന്നേ കോലായി മൊത്തേ എല്ലാവരും പാടെ കൂടിയിട്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെല്ലുള്ളിനേക്കാളും നല്ലത് ചെറിയ ഉള്ളിയാണ്. അമ്മയ്ക്ക് ഇഷ്ടമല്ല ഈ കുടംപുളിയുടെ രുചി. ഞാനേ വീട്ടിൽ അമ്മടേത്ത് 1/2 കിലോ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ നമ്മൾ കോങ്ങാട്ടിൽ നിന്ന് കുടംപുളി ഒരു പ്രാവശ്യം വാങ്ങിക്കൊണ്ടുവന്നിട്ടേ, പള്ളിപ്പടിക്ക് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടില്ലേ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ ആദ്യം അതന്നെയല്ലേ ഉപയോഗിച്ചെന്ന്.
എപ്പോഴും നമ്മൾ വീട്ടിൽ കാഞ്ഞിരത്ത് വാങ്ങിയിരുന്ന സാധനമാണ് കേട്ടോ അത്. പക്ഷേ എന്താ നല്ലപോലെ നല്ലപോലെ കച്ചിരുന്നത്. വാടി വന്നപ്പോൾ ഇതാ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. നമുക്ക് എന്താണെന്നറിയോ, കുറച്ച് ചാറ് വേണമല്ലോ, അതിന് വേണ്ടി ഇട്ടതാണ്. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നല്ലേ ഇതാ തക്കാളി നമ്മൾ അരച്ച് വെച്ചതാണ്. തക്കാളി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരച്ച് വെച്ച തക്കാളി ഇടി അവിടെ നിന്ന് കുറച്ച് എന്താ പുളി ഇട്ടാ മുറം പോണു നോക്കിയൊക്കെ. മുറ അതാ പോണു, വാങ്ങണോ? ഉപ്പ് എന്താ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മൂനൊരു പെയിൻറ് ബ്രഷ് വാങ്ങിക്കൊടുക്കണേ. എന്താ ദിവസം അമ്മ വന്നിട്ട് അച്ചാക്ക് പെയിൻറ് ബ്രഷ് വേണം. ദിവസം അതാണ് പറയുക, അച്ഛ എനിക്ക് പെയിൻറ് ബ്രഷ് വേണമെന്ന്. തോനെ ചാറ് പാടില്ലമ്മ. ഇതാട്ടോ ഈ തക്കാളി അരച്ചൊഴിച്ച് കഴിഞ്ഞാലേ കറി കൊഴുക്കൂട്ടോ. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ഒഴിക്കുന്നത്. അമ്മോ അടുത്ത വെള്ളം കളഞ്ഞിട്ടുണ്ട്, ഒന്ന് വെള്ളം നിറച്ചാ. കറിവേപ്പിൻ്റെ എല്ലാം കഴിഞ്ഞോ അമ്മ? ഓ കേട്ടോ, നമ്മളേ മീനിട്ട് കൊടുക്കട്ടെ. നല്ലപോലെ തിളച്ചിട്ടില്ലേ, കണ്ടോ തിളച്ച് വന്നു. ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഇതൊക്കെ എന്തിനമ്മ? ഇതൊക്കെ എന്തിനാ ചോദിക്കുക? ഒക്കെ എടുക്കണോ? ഇറച്ചിയില്ലാത്ത ഭാഗമുണ്ട് സതിയേട്ടാ. ഇതൊന്നും വേണ്ട. ഏട്ടൻ നിന്നോന്നിട്ട് കറുമുറേനെ നല്ല മുരിച്ച കഴിക്കാം. മീൻകറിയിലല്ലേ ഈ 4 വേണ്ട കേട്ടോ. ഈ 4 വേണ്ട അമ്മ. ഇതൊക്കെ എന്തതില് തിന്നാള്? പപ്പും കൂടിയും കൊടുത്ത പപ്പും കൂടി തിന്നില്ല. ഏളല്ലതേ ഇതാണ്ടോ, ഏളല്ലതാ ഇവിടെ ഒരു സാധനമാണിതേ. അത് പാർട്സ് കഴിക്കുമ്പോൾ അപ്പം ഞാനമ്മൂന്ന് ഓർമ്മ വരും. അവള് വന്ന് ഇവിടെ ഇങ്ങനെ ഉമ്മർത്ത് നിൽക്കുമ്പോൾ പാടി ഞാനമ്മോ കഴിക്കുക പറഞ്ഞിട്ട് ആ കുട്ടി നമ്മളെല്ലാവരും പാടി ഇങ്ങനെ കഴിച്ചത് ഇങ്ങനെ ഓർമ്മ വരും മനസ്സിക്ക്. ഇതിന്റെ കണ്ണ് താരം കൊത്തി പൊടിച്ചോ? എന്റെ കണ്ണെന്ന് ശ്രദ്ധിക്കണോ? ഇപ്പോഴത്തെ ആ തള്ളേന്റെ ഉണ്ടോ കണ്ടോ നോക്ക്, കൊത്തി കണ്ടോ, കണ്ണു നോക്ക് കണ്ടോ. അതിനൊക്കെ 30 വയസ്സായിട്ടുണ്ടാവും. അത് തള്ളയിക്കണൂലമ്മ. അതൊക്കെ എത്ര കാലം പഴക്കമുള്ളൊരു എന്താ കോഴിയാ വെച്ചിട്ടാ. 1 വർഷമോ 2 വർഷമോ ഒന്നുമല്ല, കുറേ വർഷമായി കേട്ടോ. ഒന്നത് തിളയ്ക്കട്ടെ, കണ്ടില്ലേ തിളച്ചൊന്ന് കുറുകട്ടെ. കുറുകിട്ട് ഞാനേ 2 മണി കറിവേപ്പിൻ്റെ എടുത്തിട്ട് മണിയല്ല 2 കറിവേപ്പില അതിലുണ്ടോ? ഫ്രിഡ്ജിലുണ്ടമ്മ? പിടിക്കും. ആ ഉപ്പ് കുറച്ചെടുക്കട്ടെ. ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് കേട്ടോ. അതാ കറിവേപ്പില ഇവിടെ തന്നെ ഉണ്ട്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ നാട്ടിൽ തേടി നടപ്പൂ പറയണ പോലെ. അതിൻ്റെ തോലും കൊണ്ടൊന്നും ഉപ്പേരിണ്ടാവില്ല.
കുമ്പളങ്ങന്റെ സുകന്യക്ക് അമ്മ കറുവത്തുങ്കായയുടെ തോലും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കണം അത്രേ. സുകന്യെ അമ്മ പറയുന്ന കേട്ടോ, ഇതിന്റെ തോലും കൊണ്ടല്ലേ അടി പണ്ണ ഉണ്ടാക്കുക, കുമ്പളങ്ങയുടെ തോലും കൊണ്ട്. അതേപോലെ പടവലങ്ങല്ലേ, പടവലങ്ങയും പരിപ്പും പാടെ കറി വെക്കുമ്പോൾ അത് കൂടെ ചെമ്മീനും കൂടി ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല രസമാട്ടോ. ഉണക്ക ചെമ്മീൻ വീട്ടിൽ അമ്മ വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഉണക്ക ചെമ്മീനില്ലേ വാങ്ങാറില്ല അവിടെ. ആദ്യമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കും, കുറച്ച് ചാറ് പോലെ. നമ്മുടെ ഇവിടെയുള്ള കറികൾക്കൊക്കെ കുറച്ച് നീട്ടം കൂടുതലാണ് കേട്ടോ, കുറച്ച് ചാറായിട്ടുള്ള കറികളാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ഇവിടെ അടുത്ത മുതിരപ്പുളിയാണോ വെച്ചാലും വെള്ളപ്പയർ പുളിയാണോ വെച്ചാലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. പക്ഷെ അതിന് ഒക്കെ നമ്മൾ പറയാലോ ഒരു ഉണക്കമീനുമാണ്, അല്ലാതെ നമ്മൾ ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ഇതാ ഇതിൽ കറിവേപ്പില ഇട്ടേട്ടോ. മീൻകറി എങ്ങനെയുണ്ട് കാണാൻ സുകന്യെ? മീൻകറി എങ്ങനെയുണ്ട് കാണാൻ? ബായോ ടേസ്റ്റ് ചെയ്യാൻ ഒരു പാത്രം എടുത്തു വാ. വാടി വണ്ണേ കണ്ടോ, മല്ലിപ്പൊടി കണ്ടില്ലേ? ഏട്ടനെ എത്തേ കയ്യട്ടോ, എനിക്ക് വേണ്ടെന്നാ, എനിക്കിപ്പോൾ വേണ്ട കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ കേട്ടാണ്. തല വേണോ കാല് വേണോ? തലേനെ രണ്ട് ചാറ് കൂട്ടി വെക്ക്, ചോറിനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതൊന്ന് ഇരുന്ന് ഇങ്ങനെ ഒന്ന് കുറുകൂട്ടോ. തക്കാളിയും കൂടി ഇട്ടതായതും കൊണ്ട്, തക്കാളി അരച്ച് ചേർത്തതും കൊണ്ട് ഒന്നും കൂടി കുറുകുകയും. അതാ സൂനി വയ്ക്കുന്നു. അങ്ങനെയുണ്ട്? എരിവുണ്ടോ കൂടുതൽ? എങ്ങനെ മണ്ടയിലധികം കഴിക്കും. എന്താ സെറ്റായില്ലേ? നിനക്ക് ഇഷ്ടമായോ? എരിവ് കുറച്ച് കമ്മിയാക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ എരിവ് കുറച്ച് കമ്മിയാക്കിയതാണ് കേട്ടോ. എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എരിവ് കൂട്ടാറുണ്ട്. അപ്പോൾ കുട്ടികൾ കിച്ചുട്ടനും കുഞ്ഞനൊക്കെ കഴിക്കുമ്പോൾ അയ്യോ നല്ല എരിവ് നല്ല എരിവ് പറയും. എടി പണ്ണേ അമ്മ മീൻ വറക്കുന്നുണ്ട്, പോയി എടുക്ക്. മീൻ വറുത്തത് കൂട്ടി കഴിക്കും അമ്മ. അതിലിറച്ചിയില്ലേ? എടുത്തുതരാം. അടുപ്പിൻ്റെ അവിടെ നിന്ന് തപ്പട്ടെ. എന്താ ഇത് മണ്ടയിൽ കാര്യമായിട്ട് ഇറച്ചിയൊന്നുമില്ല കേട്ടോ. രസണ്ടമ്മ? ഇറച്ചി കഷ്ണം പോലല്ലേ? അങ്ങനെ പറയണ്ട. അമ്മ മീനിൽ കുറച്ച് എരിവിടും കയ്യില്. കുട്ടികൾക്കത് വറുത്ത് കൊടുത്തിട്ട് തീരെ ഞാൻ തന്നെ മുളക് പൊടി ഇട്ടത്, പക്ഷെ എരിവ് അമ്മീൻ്റെ കേട്ടോ. ഇതാ നമ്മൾ ഇനി മീൻ കറി വാങ്ങുകയാണേ. ഞാൻ അടുപ്പിലിരുന്ന് ഒന്നും കൂടി കുറുകട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇനി നമ്മളിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. നിങ്ങളിങ്ങനെയാണോ മീൻ കറി വെക്കാറ്? അല്ലെങ്കിൽ ഇത് ചിലവർ പറയും ഇതെന്താ പ്രത്യേകിച്ച് പറവെള്ളം പോലെ എന്ന് പറയും. നമുക്ക് കുറച്ച് ചാറ് വേണം കൂട്ടരെ, അതും കൊണ്ടാണ് അല്ലേ? ഇതാണ്ടോ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കറി കൂട്ടിയിട്ട് ചില സമയത്ത് കഴിക്കുക. ഇങ്ങനെ ഒഴുകണം കയ്യിൽ കൂടെ. അതിന് നമ്മൾ ഈ കുറുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കൂടെ ഒഴുകുക? അതിലല്ല, മീൻ വറക്കണയിലേ. അപ്പോൾ അതാ നല്ല മണവും കളറൊക്കെ വന്ന് നമ്മുടെ മീൻ സെറ്റായി. അമ്മായി മാമിയും പോണു. കുറച്ചും കൂടി ചോറുണ്ടോ? ചോറുണ്ടടി. അത് മീനിൻ്റെ കണ്ണ അത് കളഞ്ഞാ ആ കോഴികൾക്ക് ഇട്ട് കൊടുക്ക്. കോഴിക്ക് കൊടുക്കടി, കോഴിക്ക് കൊടുക്കണേ. കോഴി തിന്നണുണ്ടോ?
കണ്ടോ കോഴിയുടെ കണ്ണാടിയതേ കോഴിയുടെ അല്ല അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കോഴികൾ തിന്നോട്ടെ വേണ്ട. അപ്പോഴേ നമ്മുടെ ഇവിടെ മീൻകറി വെക്കുമ്പോൾ എപ്പോഴും തേങ്ങ അരച്ച മീൻകറി മാത്രമാണ് കേട്ടോ അധികം. അതെങ്ങനെ ശീലമായതും കൊണ്ട് അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത മീൻകറി വെക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ നമ്മളെല്ലാവരോടും ചോദിക്കണം, വീട്ടിൽ നടന്ന് ചോദിക്കണം ഇങ്ങനെ മീൻകറി വെക്കട്ടെ ഇങ്ങനെ മീൻകറി വെക്കട്ടെ എന്ന്. അപ്പോൾ എനിക്കും സുഗനിക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ മീൻകറി അല്ലേ ഏട്ടനോ? പക്ഷേ ഏട്ടൻ എന്താ കോഴി അപ്പം ഇന്ന് പൊറോട്ട വാങ്ങിട്ട് വന്നാൽ മതി. പൊറോട്ടയ്ക്കാ നല്ലത് ആടി. ഏട്ടൻ പൊറോട്ടയ്ക്ക് പുട്ടിനൊക്കെ ഏട്ടൻ ഈ കോഴിക്കോട് പോയി മുളകിട്ട കറിയില്ലേ നല്ല ഒരു ഇളം ചൂടുള്ള ചോറ് കൂടെ അങ്ങനെ കൂട്ടി കുഴച്ചിങ്ങനെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് വെച്ചിട്ടാ അല്ലേ. ചിലയിടത്ത് പോകുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടുള്ള മീൻകറിയാണ്. ഇന്നലെ ഉള്ള കപ്പ നമ്മൾ പുഴുങ്ങി ഞങ്ങളുടെ ചക്കയും കഴിഞ്ഞു കേട്ടോ. ആ വത്സലടുത്ത വീട്ടിലൊരു ചക്ക ഉണ്ട് അമ്മ. ഇനി വത്സലടുത്ത വീട്ടിലൊരു ചക്ക ഉണ്ട്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ വത്സലടുത്ത വീട്ടിൽ പ്ലാവത്തെ ചക്ക കാണാം കേട്ടോ. അവരുടെ വീട്ടിൽ കോടി കാய்ച്ചതാണ്. അപ്പോൾ അത് ലാസ്റ്റായിട്ട് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഈ കർക്കിടക മാസമൊക്കെ ഇത്രയൊക്കെ ആയില്ലേ വേഗം കഴിയുന്നതാണ്. നിങ്ങൾ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ചോ? നമ്മൾ കർക്കിടക കഞ്ഞി ഒന്നും കുടിച്ചില്ല. കർക്കിടകം ദുർഘടക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്മ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കോറ കുടിച്ചു കേട്ടോ. അത് മാത്രമേ ചെയ്തുള്ളൂ. ഉലുവക്കഞ്ഞി കുടിക്കുകയോ ഒന്നും ചെയ്തില്ല. മീൻ്റെ കരള് ഏട്ടന് മസിൽ വന്നിട്ടുണ്ടോ? ഏട്ടൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താ മസിൽക്കാരൻ നമ്മുടെ മീൻകറി കണ്ടില്ലേ ഇപ്പോൾ കണ്ടോ കുറുകി വന്ന് കണ്ടില്ലേ. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഇതിൽ അറിയുമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചാറ് വേണം. അപ്പോൾ നമ്മൾ അമ്മ മീനും വറുക്കുന്നുണ്ട്. ഇതല്ലാതെ വേറെ രീതിയിലുള്ള മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ റെസിപ്പി പറഞ്ഞു തരുകൊണ്ടോ നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾ ഉണ്ടാക്കണോ നമ്മൾ ഉണ്ടാക്കണോ രണ്ടും വേറെ രീതിയിലല്ലേ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു തരുമ്പോൾ പിന്നെ അതിനനുസരിച്ച് ഉണ്ടാക്കാമല്ലോ. നമ്മുടെ ചാത്തപ്പനും കോഴികളൊക്കെ വന്നു കേട്ടോ. സുകന്യ ഇവിടെ കഴിക്കുന്നുണ്ടിട്ട്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നാളെ കാണാലോ.